നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അരിമ്പാറ, മറുകുകൾ, ഇതൊക്കെ എന്താ പറയണ്ടേ, ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, വീണ്ടും പറയുന്നു. ഓക്കെ, അതിൽ ഇങ്ങനെ എന്താ പറയുക, നിർഗുണമായിട്ടിരിക്കുന്ന ഈ അരിമ്പാറയും അല്ലെങ്കിൽ മോളും ഒക്കെ, മറുകുകളും ഒക്കെ പെട്ടെന്ന് അതിനെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ചേഞ്ചസ് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ എന്താ പറയണ്ട, അതിൻ്റെ സൈസിനോ ഷേപ്പിനോ കളറിനോ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ബ്ലഡി ഡിസ്ചാർജസ് വരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളെ ഗൗരവമായിട്ട് തന്നെ കാണണം. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ മാലിഗ്നൻസിയുടെ സൂചനയായേക്കാം. അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് എടുക്കേണ്ട പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. പാട്ടും മോളും ഉണ്ടെങ്കിൽ അത് വാർണിംഗ് സൈനായിട്ട് എടുക്കരുത്. പാട്ടും മോളും ഒക്കെ ഉള്ളവരിൽ ഒബ്വിയസ് ചേഞ്ചസ് ഉണ്ടാകുന്നു, അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ സൈസിൽ, അതിൻ്റെ കളറിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡർ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നു. സോ അങ്ങനെയൊക്കെ വരുന്ന സൂചനകൾ, അതിനെ നമുക്ക് വാർണിംഗ് സൈനായിട്ട് എടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് ഞാൻ പറയാം. ഒന്ന് ഓവറോൾ ഞാൻ പറഞ്ഞു വിടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പഠിച്ചു വെക്കേണ്ടത്. C4 ചേഞ്ചസ് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്, എ സോർ ദാറ്റ് ഡസ് നോട്ട് ഹീൽ, അല്ലേ? യു അൺയൂഷ്വൽ ബ്ലീഡിങ് ഓർ ഡിസ്ചാർജ്, ടി തിക്കനിങ് ഓർ ലംസ് ഇൻ ബ്രസ്റ്റ് ഓർ എൽസ്വെയർ, പിന്നെ ഐ ഇൻഡൈജഷൻ ഓർ സ്വളോയിങ് ഡിഫിക്കൽറ്റി, പിന്നെ അതുപോലെ തന്നെ ഒബ്വിയസ് ചേഞ്ച് ഇൻ വാട്ടർ മോൾ, ഫൈനലി N for nagging cough or hoarseness.